ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ DGP S. ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല. അനുമതിയില്ലാതെയുള്ള വിദേശയാത്രയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സർക്കാർ. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് ആഭ്യന്തര സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചു. അതിനിടെ നേരിട്ട് ഹാജരായ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലമിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹൈക്കോടതി വില്ലേജ് ഓഫീസോ തഹസിൽദാർ ഓഫീസോ അല്ല എന്ന് കോടതി. DGPക്കെതിരായ അന്വേഷണത്തിൽ തീരുമാനം അറിയിക്കാൻ ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് സാവകാശം തേടിയതിലാണ് വിമർശനം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, S. ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. രണ്ട്, ഹൈക്കോടതിയെ പ്രകോപിപ്പിച്ചതിൽ ഹൈക്കോടതി കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. മധു, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലമിനെതിരെ ഇന്ന് ഹൈക്കോടതി ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ കേസിലാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി നേരത്തെ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഈ പരാതിയിൽ നേരത്തെ പരാതിക്കാരനെയും S. ശ്രീജിത്തിനെയും ഒരുമിച്ചിരുത്തിയാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പുതിയ തീരുമാനം എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പുതിയ തീരുമാനം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം അറിയിക്കണം, 17-ാം തീയതി അറിയിക്കണമെന്നതായിരുന്നു നിർദ്ദേശം. പക്ഷേ 17 അറിയിച്ചില്ല. ഇന്ന് അറിയിക്കുമ്പോഴാണ് അത് S. ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് ഹൈക്കോടതിയിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അറിയിക്കുന്നത്. മാത്രമല്ല, മിൻഹാജ് ആലം ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. ഹൈക്കോടതി ഇതിൽ ചോദിച്ച ഒരു കാര്യം, ഇപ്പോൾ അന്വേഷണം ആവശ്യമില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലം ഹൈക്കോടതി അറിയിച്ചത്. പിന്നെ എപ്പോഴാണ് വിജിലൻസിന്റെ അന്വേഷണം എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഒരു ഉറച്ച തീരുമാനം ഇല്ലാത്തത് എന്ന ചോദ്യവും കൂടി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ഹൈക്കോടതി ചോദിച്ചു. 17-ന് ഹർജി പരിഗണിക്കുമ്പോൾ അന്ന് സർക്കാർ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ജൂനിയർ ഉദ്യോഗസ്ഥരെ കൊണ്ട്, കീഴുദ്യോഗസ്ഥരെ കൊണ്ട് ഒരു അപേക്ഷ നൽകിയിരുന്നു. കേസ് മാറ്റിവെക്കണം, 2 ആഴ്ച സാവകാശം വേണം, ഈ റിപ്പോർട്ട് നൽകാൻ വേണ്ടി, തീരുമാനമെടുത്ത് അറിയിക്കാൻ വേണ്ടി 2 ആഴ്ച സാവകാശം വേണം എന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ. ഇക്കാര്യത്തിൽ ഹൈക്കോടതി കടുത്ത വിമർശനമാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കെതിരെ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലമിനെതിരെ ഉയർത്തുന്നത്. അത് ഹൈക്കോടതി വില്ലേജ് ഓഫീസാണോ എന്ന ചോദ്യമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ചത്. ഒപ്പം അതോ തഹസിൽദാർ ഓഫീസാണോ, സാവകാശം തേടാൻ ക്ലർക്കിന്റെ കയ്യിലാണോ ഹൈക്കോടതിയിലേക്ക് അപേക്ഷ കൊടുത്തയക്കുന്നത്? എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നേരിട്ട് അപേക്ഷ നൽകിയില്ല എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ കോടതിയാണിത് എന്ന കാര്യവും കൂടി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ പദവിയിലാണ് താങ്കൾ ഇരിക്കുന്നത്. തീരുമാനം അറിയിക്കാൻ ജൂനിയർ ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് സാവകാശം തേടിയതിലാണ് ഹൈക്കോടതി ഈ രീതിയിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. മിൻഹാജ് ആലമിനെതിരെ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തഹസിൽദാർ ഓഫീസോ വില്ലേജ് ഓഫീസോ അല്ല, ഭരണഘടനാപരമായി ഏറ്റവും ഉയരത്തിലിരിക്കുന്ന കോടതിയാണ് സംസ്ഥാനത്ത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം S. ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല, ആവശ്യമില്ല എന്നൊരു നിലപാട്